വാർത്തയിലേക്ക്. ICU പീഡന കേസിൽ ആരോപണ വിധേയയായ ഡോക്ടർ KV പ്രീതിക്കെതിരെ പുനരന്വേഷണത്തിന് ഉത്തരവ്. അതിജീവിതയുടെ പരാതിയിൽ ഉത്തരമേഖല IG ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നാർക്കോട്ടിക് സെൽ ACP TP ജേക്കബിനാണ് അന്വേഷണത്തിന്റെ ചുമതല. ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഡോക്ടർക്കെതിരായ പരാതിയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട അതിജീവിത ഉത്തരമേഖല IG കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പരാതിയിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. VS രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന്. രഞ്ജിത്ത്, ഈ പരസ്യമായ സമരമായിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ ദിവസവും ഈ കൊടും ചൂടിലും നടത്തിയിരുന്നത്. അതിനൊടുവിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട്, KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നത്. അതിനുശേഷമാണ് വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പഴുതുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ വീണ്ടും പരാതി നൽകിയത്? തീർച്ചയായിട്ടും ഈ അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോഴാണ് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അതിജീവിതയ്ക്കും സമരസമിതിക്കും കിട്ടിയിട്ടുള്ളത്. കാരണം ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഒരുപാട് പഴുതുകളുണ്ട്. ഡോക്ടർ പ്രീതിയെ കുറ്റവിമുക്തിയാക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാന സാക്ഷി എന്ന് പറയുന്നത് സിസ്റ്റർ അനിതയാണ്. ഈ സിസ്റ്റർ അനിതയുടെ മൊഴി അപ്പാടെ നിരാകരിക്കുകയും അവിശ്വസനീയമെന്ന് പറയുകയും ഡോക്ടർ പ്രീതിയെ പിന്തുണയ്ക്കാൻ വേണ്ടി ഒരു പുതിയ സാക്ഷിയെ ഈ റിപ്പോർട്ടിൽ കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കുറ്റപത്രത്തിലൊന്നുമില്ലാത്ത ഒരു ജൂനിയർ ഡോക്ടറെ സാക്ഷിയായി കൊണ്ടുവന്നാണ് ഡോക്ടർ പ്രീതിയെ ഈ റിപ്പോർട്ടിൽ രക്ഷിച്ചെടുക്കുന്നത് എന്നും അതിജീവിത ആരോപിക്കുന്നുണ്ട്. അതായത് ഡോക്ടർ പ്രീതിക്കെതിരെ അതിജീവിത അട്ടിമറി ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ആദ്യം അന്വേഷിച്ചത് മെഡിക്കൽ കോളേജ് ACP സുദർശനായിരുന്നു. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഡോക്ടർ പ്രീതിയെ രക്ഷിക്കാൻ ജൂനിയർ ഡോക്ടറായ പുതിയ സാക്ഷിയെ കൊണ്ടുവരികയും യഥാർത്ഥ സാക്ഷിയായിട്ടുള്ള അനിത സിസ്റ്ററുടെ മൊഴി അവിശ്വസനീയമെന്ന് പറഞ്ഞ് നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പഴുത് ചൂണ്ടിക്കാണിച്ചാണ് IG അതിജീവിത വീണ്ടും പുനരന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തത്. അത് IG അംഗീകരിച്ചു. ഇപ്പോൾ പുതിയ ടീമിനെ വെച്ചിരിക്കുന്നു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സുദർശൻ മൊഴിയെടുത്ത എല്ലാവരുടെയും, സിസ്റ്റർ അനിതയുടെയും ഡോക്ടർ പ്രീതിയുടെയും ജൂനിയർ ഡോക്ടർ ഫാത്തിമ ബാനുവിൻ്റെയും അതിജീവിതയുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തി ഒരാഴ്ചക്കകം നാർക്കോട്ടിക് സെൽ ACP ജേക്കബ് TP റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. രഞ്ജിത്ത്, ഒരു സംശയമുള്ളത്, ഈ KV സുദർശൻ എന്ന് പറയുന്ന മുൻ മെഡിക്കൽ കോളേജ് ACP മുൻപും പലവിധത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള, അന്വേഷണ വിധേയമായി മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഒരു അട്ടിമറി അതിജീവിതയും കുടുംബവും സമിതിയെല്ലാം തന്നെ ആരോപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാണുന്നുണ്ടോ? ബിനിൽ, സുദർശനെതിരെ വ്യക്തിപരമായി അങ്ങനെ ഈ അതിജീവിതയ്ക്ക് ആരോപണമില്ല. അതിജീവിത ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഈ പ്രീതിയെ രക്ഷപ്പെടുത്താനായി സർക്കാർ ഡോക്ടർമാരുടെ സംഘടന KGMയുടെ പ്രഷറുണ്ട്. ഡോക്ടർ പ്രീതിയെ രക്ഷപ്പെടുത്താനുള്ള സർക്കാർ തലത്തിലുള്ള പ്രഷർ കൊണ്ടാണ് സുദർശൻ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് യും സമരസമിതിയും ആരോപിക്കുന്നത്. ഏതായാലും ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ റിപ്പോർട്ടിൽ ചില സൂചനകളുണ്ട്. കാരണം ഒരു സാക്ഷി, യഥാർത്ഥ സാക്ഷിയായിട്ടുള്ള അനിത സിസ്റ്ററുടെ മൊഴി പൂർണ്ണമായും അവിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അനിത സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ കള്ളത്തരമാവുകയാണ്. അങ്ങനെ ഒരു കള്ളസാക്ഷി പറഞ്ഞ വ്യക്തിക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അനിത സിസ്റ്റർ എന്തിന് കള്ളസാക്ഷി പറയണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണല്ലോ. അത്തരം പരാമർശങ്ങളൊന്നുമില്ലാത്ത അപൂർണമായ ഒരു റിപ്പോർട്ടാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അതിജീവിത ഇപ്പോൾ പുനരന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കളവ് പറയുന്നത് ഡോക്ടർ പ്രീതിയാണോ അല്ലെങ്കിൽ സിസ്റ്റർ അനിതയാണോ എന്നുള്ളത് കൂടി ഈ TP ജേക്കബാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ TP ജേക്കബിൻ്റെ അന്വേഷണത്തിൽ ഡോക്ടർ പ്രീതിക്ക് എതിരെ എന്തെങ്കിലും റിപ്പോർട്ടുണ്ടായാൽ അപ്പോൾ ഈ സുദർശൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് ഡോക്ടർ പ്രീതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന കാര്യത്തിൽ കൂടി അന്വേഷിക്കേണ്ടതാണ്. ഓക്കെ, ആ കാര്യത്തിൽ അപ്പോഴാണ് ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിജീവിത നടത്തിയ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചത്. അതിലെ പഴുതുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരമേഖല IGക്ക് വീണ്ടും പരാതി കൊടുത്തത്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെതിരെ വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഉത്തരമേഖല IG. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.